മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഹോൾ വീഡിയോ ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഹോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതും ടെമുവിൽ നിന്ന്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ടെമു എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ല. അത് GCCയിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ടെമു ഉണ്ട്. ടെമു ഇപ്പോൾ ഒത്തിരി ഗിഫ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ടെമു ഇപ്പോൾ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. അതും നമ്മൾ ടെമു ഇല്ലാത്തവർക്ക് ഷെയർ ചെയ്ത് അവരത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.5, 0.2 അങ്ങനെ കുറച്ച് പോയിൻറ്റ്സൊക്കെ കയറും. ആ പോയിൻറ്റ്സിലൂടെ നമുക്ക് ഫ്രീ ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് പറ്റും. അങ്ങനെ വന്നൊരു ആപ്പാണ്. എന്തായാലും ഇതൊന്നും ഫ്രീ ഗിഫ്റ്റ് അല്ല, ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ഗിഫ്റ്റുകൾ തന്നെയാണ്. എന്നിട്ട് ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന പാക്കേജ് ഇതാണ്. വലിയ പാക്കേജാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വെച്ച് താമസിക്കാതെ തന്നെ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ലെറ്റ്സ് ജംപ് ഇൻ ദ വീഡിയോ. കമോൺ, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് അങ്ങനെ നമുക്ക് ഒന്നിച്ച് ഓപ്പൺ ചെയ്യാം. ഇത്രയും സാധനം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ട്, ഇത് നമ്മളിപ്പോൾ കിച്ചണിലൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് ബോക്സ് ഇട്ടിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് എയറൊന്നും കയറാതെ അല്ലെങ്കിൽ പൊടിയൊന്നും കയറാതെ പാച്ചൊന്നും കയറാതെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ് ഇത്. 10 പീസാണ്. റാൻഡം കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലതാണ്. നമ്മൾ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. നാട്ടിൽ നമ്മുടെ ഫ്ലിപ്കാർട്ട് എല്ലാത്തിലും കിട്ടുന്നതാണ്. നാട്ടിൽ വീട്ടിൽ മമ്മി ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇതൊരു പാക്കറ്റ് വാങ്ങി. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു ആക്ച്വലി ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തയ്ക്കാനൊക്കെ വേണ്ടുന്ന ആക്സസറീസൊക്കെയാണ്, തയ്യലിനൊക്കെ ഉപയോഗിക്കാൻ. ഇതാണ് കരുതി വാങ്ങിയതല്ല, ഇതൊരു ബോക്സാണ് കരുതിയാണ് വാങ്ങിയത്. ക്ലിയറായിട്ടൊരു ബോക്സാണ് കരുതി വാങ്ങിയത്. പക്ഷേ ഇതിനകത്ത് തന്നെ നമുക്ക് സിസറുണ്ട്, ഇഞ്ചി ടേപ്പുണ്ട്, നൂലുണ്ട്. എനിവേ കൊള്ളാം, നോക്കാം. ക്യൂട്ടായിട്ടുണ്ടേ. എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം? ഇതിനകത്തിൽ 1, 2 താഴെ ഉണ്ട്. ഇങ്ങനെ 3 ലെയറായിട്ടാണ്. 16 ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് നൂലുണ്ടേ. പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഇതുണ്ട്. അതിനകത്തിൽ ഇതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കാർക്കും ഇതെന്താണ്, ഇതിൻ്റെ യൂസ് എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ. അതിനകത്തൊരു സാധനമുണ്ട്. ഒരു ക്യൂട്ട് കുഞ്ഞ് സിസറുണ്ട്, ഒരു കുഞ്ഞ് ഇഞ്ചി ടേപ്പുണ്ട്, ഇതിനൊരു കമ്പി റിങ്ങി പോലെ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതും പ്ലീസ് കമൻറ്റ് ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ. പിന്നെ ഒരു നീഡിലിൻ്റെ സെറ്റുണ്ട്. ഡിഫറെൻറ്റ് സൈസിലുള്ള കുറച്ച് നീഡിൽസ് ഉണ്ട്. ആക്ച്വലി ഞാനിതൊരു ഇതുപോലെ നമ്മുടെ സ്വീങ്ങിൻ്റെ ഒരു സെറ്റാണെന്ന് അറിഞ്ഞ് വാങ്ങിയതല്ല. ഞാനൊരു ചെറിയൊരു സ്മോൾ ബോക്സ് 2 ലെയർ പ്ലസ് ഇതുള്ളൊരു ബോക്സാണ് കരുതിയാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഓക്കെ, നൈസ്, നഷ്ടമില്ല. നെക്സ്റ്റ് ഐറ്റം ബാൻഡേജ്. ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോഴായാലും എൻ്റെ കയ്യിൽ കുറേ മുറിവാണ്, കിച്ചണിൽ കയറിയാലും എനിക്ക് മുറിവുകളുണ്ട്. അതിന് വേണ്ടി ഞാൻ വാങ്ങിയാണ് ഒരു സെറ്റ് ബാൻഡേജ്. നെക്സ്റ്റ് ഐറ്റം പപ്പടവും. റൂമൊക്കെ ഡെക്കോർ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇതിന് മുകളിലൊരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ നമ്മൾ പീൽ ഓഫ് ചെയ്ത് ഗ്ലാസ് പോലെ ഇരുന്ന് തിളങ്ങും. അങ്ങനെ ഒരു സാധനം. ഇത് ഞാൻ റൂമൊക്കെ ഡെക്കോർ ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് ഐറ്റം ഞാൻ കുറേ നാളുകൊണ്ട് വാങ്ങണം എന്ന് വിചാരിച്ചു. കുറേ ബ്രഷിൻ്റെ സെറ്റ്, മേക്കപ്പ് ബ്രഷിൻ്റെ സെറ്റാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത്. എനിക്കറിയത്തില്ല. നോക്കാം. ഇത്രയും ബ്രഷാണ് ഇതിനകത്ത് ഉള്ളത്.
ഇതിൻ്റെ യൂസ് അറിയത്തില്ല. ഇനി നമുക്ക് പഠിക്കാമല്ലോ. ഹായ്, നല്ല സുഖം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയായിരിക്കും. ഇതിന് ഓരോന്നിനും ഓരോ യൂസ് ഉണ്ട്, അതൊന്നും എനിക്കറിയില്ല. 14 ബ്രഷസ് ഉണ്ട്. 14 ബ്രഷസിൻ്റെ ഒരു സെറ്റാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ടേബിൾ ലൈറ്റ്, ഒരു ഡോൾഫിൻ്റെ ഒക്കെ ഒരു ടേബിൾ ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതാണ് തോന്നുന്നു. യെസ്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒരു അത് തന്നെയാണ് ഇത്. ചാർജ് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ, കറണ്ട് കുത്തിയെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയുണ്ടെന്ന്. നെക്സ്റ്റ് ഐറ്റം ഒരു ക്ലോക്ക്, ഒരു LED ക്ലോക്കാണ്. ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നോക്കണം. കുറേ ബട്ടൺ ഒക്കെ ഉണ്ട് ഇവിടെ. അലാം 1, അലാം 2, പിന്നെ സൗണ്ട് കൂട്ടാനൊക്കെയാണെന്ന് തോന്നുന്നു. ഇതിനും ഒരു ചാർജറുണ്ട്. ബാറ്ററി ഇടണം. അപ്പോൾ ബാറ്ററിയൊക്കെ ഇട്ട് ചാർജൊക്കെ ചെയ്തിട്ട് ഇതും വർക്ക് ചെയ്ത് സൈഡിൽ വീഡിയോ കൊടുത്തേക്കാണേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിപ്ലോ കവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ സിപ്ലോ കവർ എല്ലാവർക്കും അറിയാത്തത്, നോർമൽ സിപ്ലോ കവർ. ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നെക്സ്റ്റ് ഐറ്റം ഒരു സെറ്റ് ഡ്രൈ ഫ്ലവേഴ്സ്. പക്ഷേ പിക്കിൽ കാണിച്ചത് 2-3 സെറ്റ്, 2-3 സൈസ്. ഇതിനകത്ത് 2 സൈസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇത് ഒറ്റ സൈസിൽ പോയിരിക്കും. ഇതിട്ട് വെക്കാനും ഒരു ഫ്ലവർ വൈസൊക്കെ വയ്ക്കണം. ഫ്ലവർ വൈസൊക്കെ വാങ്ങിച്ചിട്ടെങ്കിൽ കാണാൻ പറ്റും. ഇങ്ങനെ പാക്ക് ചെയ്യിക്കുക. ഇത് പൊഴിഞ്ഞൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഉണ്ട് പല സൈസ്, പല ഡിസൈൻസ് ഉള്ളത്. ഇത് ഒറിജിനൽ ഫ്ലവേഴ്സ് എന്തോ ട്രൈ ചെയ്തെടുത്തത്, അങ്ങനെ എന്തോ. എന്തായാലും ഇത് ഫ്ലവർ വൈസ് വാങ്ങി വെച്ചിട്ട് കാണിച്ചു തരാം. ക്യൂട്ടായിട്ട്. നെക്സ്റ്റ് ഐറ്റം ഇതെന്താ? ആക്ച്വലി ഇത് നമ്മളുടെ കിച്ചണിലെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു സാധനം. ഇച്ചിരി കണ്ടപ്പോൾ കുറച്ച് വലുതായിരുന്നു. നമ്മുടെ സവാളയൊക്കെ ഇട്ട് വയ്ക്കുന്ന വലിയ ബോക്സ് ആയിരുന്നു ഇത്. പക്ഷേ തീരെ ചെറുതാ. ഇതെന്ത് ചെയ്യാൻ എനിക്കറിയത്തില്ല. എന്തായാലും ഇട്ട് വയ്ക്കാമായിരിക്കും. മേ ബി ഞാൻ ഇത് റിട്ടേൺ ചെയ്യും. നോ ഐഡിയ ഇതിൻ്റെ യൂസ്. ഞാൻ ഓർഡർ ചെയ്തത് ഇതിൽ കുറച്ച് വലുതായിരുന്നു. അത് നമുക്ക് സവാളയൊക്കെ ഇട്ട് കിച്ചണിൽ വെക്കാൻ പറ്റുന്ന ഐറ്റമായിരുന്നു. ഇത് തീരെ ചെറുതാണ്. അത് ഞാൻ ഫിറ്റ് ചെയ്യുന്ന അറിയത്തില്ല, നോക്കണം. ഇത്
ബ്രഷില്ലേ, മേക്കപ്പ് ബ്രഷസ് ഇല്ലേ ഞാൻ വാങ്ങി, ആ മേക്കപ്പ് ബ്രഷസ് ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിയൊരു സ്റ്റാൻഡാണ്. ക്യൂട്ടായിട്ടില്ല? ഇതോ അല്ലെങ്കിൽ നമ്മുടെ ഐബ്രോ പെൻസിൽ, ലിപ്പ് ലൈനേഴ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് വെക്കാം. ഇങ്ങനെ ഇട്ട് വെക്കാം. ലാസ്റ്റ് ആയിട്ട് ഇതെനിക്ക് തോന്നുന്നു ഞാനൊരു ബോക്സ് ലാസ്റ്റ് അല്ല കേട്ടോ. കത്തിയുണ്ട്, ഇതിലും ഒന്നും ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. അത് ഒരു ബോക്സ് എന്ന് വെച്ചാൽ ഇത് 5 കിലോയുടെ ഒരു നമ്മുടെ അരിയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്നൊരു പാത്രം. അരി ഇട്ട് വെക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വാങ്ങിച്ചൊരു പാത്രം. പിന്നെ ഇതിന് മുകളിൽ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വെളുത്തുള്ളി ഉള്ളിയൊക്കെ പൊളിച്ചിട്ടാണെങ്കിൽ വെക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ചെറിയ അവിടെ കുക്കിംഗ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യാം. ഒരു നമുക്കുണ്ടോ റൈസൊക്കെ എടുക്കാനായിട്ട് കൊള്ളാതെ. ഇവിടെ 5 കിലോ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബോക്സ്. ഇപ്പോൾ കിച്ചണിലേക്ക് റൈസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. ഇങ്ങനത്തെ മഗ്ഗുണ്ട്. നെക്സ്റ്റ് ഇതെന്താണെന്നറിയോ, ഇത് എൻ്റെ ഈശ്വരിയൊക്കെ കുറേ ഫയലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ വെക്കാനായിട്ട് സെക്യൂരിറ്റി വെക്കാനായിട്ട് ബാഗ് വാങ്ങിച്ചു. പ്രത്യേകം നമ്മൾ ഫസ്റ്റ് ഒരു ബേസ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഫയലുകളൊക്കെ വയ്ക്കാം. ഇവിടെ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. ഇവിടെ 2 ഇതുണ്ട്. ഇവിടെ സിബിളുണ്ട്, നല്ല തുറന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് പിന്നെ ഇവിടെ നമുക്ക് പാസ്പോർട്ടൊക്കെ വയ്ക്കാം. 4 കള്ളിയുണ്ട്. ഇവിടെയും കുറേ കള്ളി വയ്ക്കാം. ഇതിൻ്റെ ബെസ്റ്റ് പാട്ടെന്ന് പറയുന്നത് ഇത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രാവൽ പെട്ടിയൊക്കെ ഇല്ലേ, അതൊക്കെ ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാം. പിടിക്കേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി തന്നെയാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നെക്സ്റ്റ് ഐറ്റം ഇത് നമ്മൾ ട്രാവലൊക്കെ പോകുമ്പോൾ നമ്മുടെ പെട്ടിക്കകത്ത് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടി, ഒതുക്കി വെച്ച് പാക്ക് ചെയ്യാനായിട്ട്. അതിനകത്ത് തന്നെ കുറേ ലെയറുണ്ട്, കവേഴ്സ് ഉണ്ട്. 1 2 3 4 5 6 6 എണ്ണത്തിൻ്റെ സെറ്റാണ്. ഇത് ഏറ്റവും വലിയ ഒരെണ്ണം. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഇത്ര വെച്ചു, അത്യാവശ്യം സാധനങ്ങൾ കിട്ടുള്ളൂ. പിന്നെ ഷാമ്പൂസൊക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ അതൊക്കെ വെക്കാനായിട്ട് വേണം. പിന്നെ കുറേ സീക്രട്ട് പൗച്ച് എന്നാട്ടോ എൻ്റെ പേര്. ഇത് അത്യാവശ്യം വീതിയുള്ളൊരു ബോക്സ്. ഇതൊക്കെ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ട്രാവൽ പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാമേ. നെക്സ്റ്റ് വൺ ഇത് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. 3 എണ്ണത്തിൻ്റെ സെറ്റാണ്. ആക്ച്വലി ഞാൻ ഒരെണ്ണം എഴുതിയ പറഞ്ഞു, പക്ഷേ 3 എണ്ണം ഉണ്ടായിരുന്നല്ലേ. എന്തൊക്കെയൊക്കെയോ കണ്ട് എന്തൊക്കെയൊക്കെയോ ചെയ്ത് എന്താണെന്ന് ആർക്കും അറിയില്ല. ഇതെന്താണെന്നറിയുമോ? നമ്മുടെ വാർഡ്രോബിലൊക്കെ തുണികളൊക്കെ അടുക്കി വെക്കാൻ പറ്റിയ, സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ബോക്സ്. ഒരു ഓർഗനൈസ്ഡ് വാർഡ്രോബിൽ നമുക്ക് സാധനം പിടിക്കാം. അതിന് വേണ്ടി വാങ്ങി. അതിന് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വാങ്ങി. യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ മടക്കി വയ്ക്കാം.
ഇതിനകത്ത് നമ്മൾ തുണി വയ്ക്കാൻ നമ്മുടെ തുണിക്ക് ഇരിക്കും ഒത്തിരി ഒന്ന് മനസ്സിലായി എടുക്കാം കുറച്ച് തുണി വൃത്തിയില്ലാതെ ഇത് നമ്മൾ അടിക്ക് നമുക്ക് ഓരോന്നോരോ പ്രശ്നം പോകും. ഇത് അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു, കവർ ഖാലിയായി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ തെമൂന്ന് വാങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. പിന്നെ അപ്പോൾ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.